മകൻ വി എ അരുൺകുമാറിനും മകൾ ആശയ്ക്കും അകലത്തായിരുന്നു എങ്കിലും എപ്പോഴും ഒപ്പമുണ്ടെന്നുറപ്പുവരുത്തിയ അച്ഛനായിരുന്നു വി എസ്. 1999 ഗവേഷണ കാലത്ത് തനിക്ക് ലഭിച്ച സ്റ്റൈപ്പൻഡ് തുകയെല്ലാം ചേർത്തുവെച്ച് ഒരു സ്വർണ്ണ പാദസരം വാങ്ങണം എന്നായിരുന്നു ആശയുടെ ഏറ്റവും വലിയ ആഗ്രഹം. തൻ്റെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞപ്പോൾ വി എസ് നൽകിയ മറുപടി മറ്റൊന്നായിരുന്നു. മോളെ, നീ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകളാണ് എന്ന കാര്യം മറക്കരുത്. അതോടെ തൻ്റെ ആഗ്രഹം മാറ്റിവെക്കുകയായിരുന്നു ആശ. പിന്നീട് വിവാഹത്തിനാണ് ആശ അച്ഛൻ്റെ അനുവാദത്തോടെ ഒരു സ്വർണ്ണ പാദസരം സ്വന്തമാക്കിയത്. അടിയന്തരാവസ്ഥ കാലത്തെ മറക്കാനാവാത്ത ഓർമ്മകളും ആശ പങ്കുവെക്കുകയുണ്ടായി. വി എസിന്റെ വീടും പരിസരവും പോലീസ് വളഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്ക് തങ്ങളുടെ വാതിലിൽ പോലീസ് തുടരെ കൊട്ടുന്നത് കേട്ടാണ് ഉണർന്നത്. അന്ന് തനിക്ക് പ്രായം 7 വയസ്സു മാത്രം. പോലീസിനെ കണ്ട് താനും അമ്മയും അനിയനുമൊക്കെ ഭയന്നു. എന്നാൽ അമ്മയെ ആശ്വസിപ്പിച്ച അച്ഛൻ തനിക്കും അനിയനും ഉമ്മ നൽകി വാരിപ്പുണർന്ന ശേഷമാണ് പോലീസിനോടൊപ്പം ജയിലിലേക്ക് പോയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വി എസിനെ കാണാൻ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കുടുംബത്തോടൊപ്പം പോയതും ആശ ഓർത്തെടുക്കുന്നു. താൻ അച്ഛന് കഴിക്കാനായി ഒരു ഓറഞ്ചുമായാണ് പോയിരുന്നത്. എന്നാൽ സ്നേഹത്തോടെ ആ ഓറഞ്ച് തനിക്ക് തന്നെ തിരിച്ചു തരികയായിരുന്നു. 1968 ജൂലൈ 25 മൂത്ത മകൾ ആശ ജനിക്കുന്നത്. അമ്പലപ്പുഴ MLA ആയിരുന്ന വി എസ് അന്ന് ആലപ്പുഴ കളക്ടറേറ്റിലെ ഒരു യോഗത്തിലായിരുന്നു. കുഞ്ഞായിരുന്ന ആശയെ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുവന്നപ്പോഴും വി എസ് പൊതുപ്രവർത്തകന്റെ തിരക്കിലായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് ഇളയ മകനായ അരുൺകുമാർ ജനിക്കുന്നത്. അരുൺകുമാറിനെ അപ്പു എന്നായിരുന്നു വി എസ് വിളിച്ചിരുന്നത്. തിരക്കുകൾ കാരണം വി എസ് മക്കൾക്കൊപ്പം ഉണ്ടാവുക അപൂർവമായിരുന്നു. തിരക്കിനിടയിലും ഓടിയെത്തുന്ന അച്ഛൻ്റെ കയ്യിൽ മക്കൾക്കുള്ള മിഠായി പൊതികളും ഉണ്ടായിരുന്നു.